മലയാളത്തിന് പറയാനായി ഒരു KGF അതുപോലെ ബാഹുബലിയോ പോലെ ഒരു സിനിമ ഇല്ല. അതായത് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ഇതുവരെയും മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നിലവിൽ മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ്. ആ ഒരു സിനിമ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഓടിയത് കൊണ്ട് തന്നെയാണ് അത്രയും കളക്ഷനിലേക്ക് എത്തിയത്. എന്നാൽ ആ ഒരു സിനിമയും പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഉണ്ണിമുന്തന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ മാർക്കോ എന്ന സിനിമ മലയാള സിനിമയുടെ പാൻ ഇന്ത്യൻ സ്വപ്നങ്ങൾ കീഴ്പ്പെടുത്താൻ സാധ്യതയുള്ള ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ സിനിമ 3 ഭാഷകളിൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. തെലുങ്കും കന്നഡയും ഒക്കെ വരാനിരിക്കുകയാണ്. ബോളിവുഡിൽ വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രമാണ് ഈ ഒരു സിനിമ റിലീസായത്. അതായത് ഹിന്ദി ഭാഷയിൽ കുറച്ച് തിയേറ്ററുകൾ മാത്രമാണ് ഈ ഒരു സിനിമ റിലീസായത്. എന്നാൽ ഇപ്പോൾ തിയേറ്ററുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഹിന്ദിയിലൊക്കെ തിയേറ്ററുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ആളുകൾ ഇടിച്ചു കയറി വരുന്നത് കൊണ്ടാണ് തിയേറ്ററുകളുടെ എണ്ണം അവിടെ കൂടി വരുന്നത്. നിലവിൽ ഹിന്ദിയിൽ ബേബി ജോൺ എന്ന സിനിമ അല്ലെങ്കിൽ ബേബി ജോൺ എന്ന തെറിയുടെ റീമേക്ക് വലിയ അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് മാർക്കോയ്ക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ ഹിന്ദിയിൽ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലും മാർക്കോയുടെ റിവ്യൂ നല്ല രീതിയിൽ വൈറലായി. ആ ഒരു വീഡിയോയിൽ അയാൾ പറഞ്ഞ ആ ഒരു റിവ്യൂവർ പറഞ്ഞത് തൻ്റെ അടുത്തിരിക്കുന്ന സ്ത്രീ സിനിമയിലെ സീനുകൾ കണ്ട് പേടിച്ച് ഛർദ്ദിച്ചു എന്നൊക്കെയാണ്. അത്രയും വയലൻസ് ആണ്, അത്രയും ഗംഭീര പടമാണ്. ഇങ്ങനെയുള്ള ഹിന്ദി റിവ്യൂകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വലിയ ഹിറ്റ് സിനിമയ്ക്ക് ഹിന്ദിയിൽ നേടാൻ സാധിക്കുന്നത്. എന്നാൽ സിനിമ ഇഷ്ടമാവാത്ത ചില അമ്മാവന്മാർ തമിഴിൽ മോശമായ റിവ്യൂസും പറയുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ ആരാണെന്ന് മനസ്സിലായി കാണും. എന്നാൽ കൂടുതലും പോസിറ്റീവ് റിവ്യൂസ് ആണ് സിനിമയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിലായാലും ഹിന്ദിയിലായാലും അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഓരോ ദിവസം കൂടുന്തോറും തിയേറ്ററുകളുടെ എണ്ണവും സിനിമ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. സിനിമ ഇറങ്ങി 2-3 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 50 കോടി ക്ലബിൽ സിനിമ എത്തിയിരുന്നു. എന്തായാലും ബോളിവുഡിൽ ഈ ഒരു പോക്ക് തുടരുകയാണെങ്കിൽ തീർച്ചയായും സിനിമ മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ഹിറ്റായി മാറും. പൃഥ്വിരാജിനോ ഫഹദ് ഫാസിലിനോ സാക്ഷാൽ മോഹൻലാലിന് പോലും സാധിക്കാൻ പറ്റാത്ത ആ ഒരു കാര്യമാണ് ഉണ്ണിമുന്തൻ നേടിയെടുക്കുന്നത്. അതായത് പാൻ ഇന്ത്യൻ ഹിറ്റ് ഉണ്ണിമുന്തനെ സ്വന്തമാകും. കന്നഡയിലും തെലുങ്കിലും കൂടി സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് കൂടി കന്നഡയിലെയും തെലുങ്കിലെയും റെസ്പോൺസ് കൂടി അറിഞ്ഞാൽ മാത്രമേ സിനിമയുടെ അവസ്ഥ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പാൻ ഇന്ത്യൻ ഹിറ്റ് ആകുമോ അതോ എന്തായാലും ഹിറ്റാകുമെന്നുള്ള ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിമുന്തന്റെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറും ഈ സിനിമ എന്നതിൽ തർക്കമില്ല. എന്നാൽ കന്നഡയും അതുപോലെ തന്നെ തെലുങ്കിലെയും റെസ്പോൺസും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ സിനിമ പാൻ ഇന്ത്യൻ ഹിറ്റാകുമോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ വന്ന് ഹിറ്റടിച്ചു പോകുന്ന പല അന്യഭാഷാ സിനിമകളും ഈ ഒരു ലെവൽ ഉണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ നമ്മുടെ സിനിമ മാർക്കോ ഇത്രയും നല്ലൊരു സ്റ്റഫ് കയ്യിലുണ്ടായിട്ടും സിനിമയ്ക്ക് ആവശ്യമായ ഒരു പ്രൊമോഷനോ ഹൈപ്പോ മറ്റു ഭാഷകളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ടാണ്. കാര്യം മലയാള സിനിമയെ എല്ലാവരും പൊക്കിയടിച്ച് പറയുമെങ്കിലും മിക്ക ആളുകളും സിനിമ OTTയിലാണ് കാണാറ്. അതിന് പ്രധാന കാരണം ഡിസ്ട്രിബ്യൂഷൻ രംഗങ്ങളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്ട്രിബ്യൂഷനൊന്നും മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് തിയേറ്ററുകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ കാര്യമായിട്ട് സിനിമകൾ എത്താത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. മിക്കവാറും ലാലേട്ടൻ്റെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയോ ഒക്കെ സിനിമകൾ മാത്രമാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുള്ളൂ. എന്തായാലും സിനിമ കുറച്ചുകൂടി തിയേറ്ററുകൾ റിലീസാക്കുകയാണെങ്കിൽ 200 കോടിയിലൊന്നും കളക്ഷൻ നിൽക്കുകയില്ല, അതിന് മേലെ കടക്കുമെന്നുള്ളത് ഉറപ്പാണ്. മാർക്കോ എന്ന സിനിമ 200 കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടുമെന്നുള്ളത് ഉറപ്പാണ്. മലയാള സിനിമയിൽ ആദ്യമായി പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ടുവന്നത് ദൃശ്യം എന്ന സിനിമയാണ്. പക്ഷേ അതിന്റെ 2ാം ഭാഗം റിലീസായതും OTTയിലാണ്. അതുപോലെ മറ്റൊരു സിനിമയാണ് ടോവിനോയുടെ മിന്നൽ മുരളി, അതും OTTയിലായിരുന്നു റിലീസ്. എന്നാൽ ഉണ്ണിമുന്തനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ തന്നെ റിലീസ് കിട്ടി. അതായത് ദൃശ്യം 2 പോലെയോ നമ്മുടെ ടോവിനോയുടെ സിനിമയായ മിന്നൽ മുരളി പോലെയോ അത് OTTയിലായിരുന്നില്ല. ആ സമയത്തെ ആ ഒരു സാഹചര്യങ്ങൾ കാരണം OTTയിലായിരുന്നു ആ 2 സിനിമകൾ ഇറങ്ങിയത്. പക്ഷെ ഉണ്ണിമുന്തനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിലായിരുന്നു റിലീസ്. അതും മലയാള സിനിമ കത്തിക്കയറി നിൽക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും അവസാനം വന്ന് ഹിറ്റടിച്ചു പോകാൻ ഉണ്ണിമുന്തനെ സാധിച്ചു. സിനിമയ്ക്ക് ആണെങ്കിൽ എല്ലായിടത്തും പോസിറ്റീവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് ഉണ്ണിമുന്തൻ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറായി കഴിഞ്ഞു. ഇനി ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഹിറ്റ് കൂടി അടിച്ചാൽ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി മാറും. KGF സിനിമയിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാറായ യാഷ് രാമായണം എന്ന ഹിന്ദി സിനിമയിൽ രാവണനായി അഭിനയിക്കുന്നതിന്, വില്ലനായി അഭിനയിക്കുന്നതിന് 200 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമുന്തൻ്റെയും റേഞ്ച് മാറും.
ഇനി മാർക്കോ തിയേറ്ററിൽ പാൻ ഇന്ത്യൻ ഹിറ്റ് ആകാൻ സാധിച്ചില്ലെങ്കിലും മിനിമം എല്ലാ ആളുകളും സിനിമ കാണാനുള്ള വഴിയൊരുക്കണം. ബാഹുബലി ഒന്നും അല്ലെങ്കിൽ KGF ഫസ്റ്റ് പാർട്ടൊന്നും അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ അത്ര ഹിറ്റായിരുന്നില്ല. അതുപോലെ മാർക്കോ ആദ്യ ഭാഗം അത്രയ്ക്ക് ഹിറ്റായില്ലെങ്കിലും ഹിറ്റ് തന്നെ, എന്നാൽ ആ ഒരു ബാഹുബലി 2 അല്ലെങ്കിൽ KGF 2 പോലെ ഹിറ്റാവാൻ സാധിച്ചില്ലെങ്കിലും മാർക്കോയുടെ രണ്ടാം ഭാഗം വലിയ ഹിറ്റാകുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ മാർക്കോ സിനിമ 100 കോടിക്ക് അടുത്തെത്തി എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും മാർക്കോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഉണ്ണിയെ ഇഷ്ടമാണെങ്കിൽ സൂപ്പർ സ്റ്റാർ ഉണ്ണി എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്.